ഇറാനെ ആക്രമിച്ചിരിക്കുന്നു അമേരിക്ക. ഇറാനിലെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത് സി ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വജിത്ത്, യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്ന രീതിയിൽ ഈ വാർത്തയെ നമ്മൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം പോലും നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അത് വൈറ്റ് ഹൌസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രംപിന്റെ എക്സ്പോസ്റ്റ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നു. പൂജ, തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 10 ദിവസത്തിലേറെയായി ഈ സംഘർഷം തുടരുമ്പോഴൊക്കെ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നത് അമേരിക്ക ഈ വിഷയത്തിൽ, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുമോ എന്നതാണ്. ഇപ്പോൾ അതിന് ഒരു മറുപടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അമേരിക്ക നേരിട്ട് തന്നെ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്, സുപ്രധാന വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത് സ്ഥിരീകരിക്കുകയുണ്ടായി. പ്രധാനമായും 3 ആണവ കേന്ദ്രങ്ങളിലാണ്, ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വിമാനങ്ങൾ ബോംബിട്ടത്. ഒന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമാണ് നദാൻസ് ആണവ കേന്ദ്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലും അവിടെ കാര്യമായ ആക്രമണം നടത്തിയിരുന്നു. മറ്റൊന്ന് ഇസ്ഫഹാൻ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രമാണ്. മറ്റൊന്ന് ഫോർദോ, അതും ഈ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് അമേരിക്ക ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ലോകത്തെ അറിയിക്കുന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചരിത്ര നിമിഷം എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിൽ പറയുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകത്തിനും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇറാന് ഇനി മറ്റു മാർഗങ്ങളില്ല, എത്രയും പെട്ടെന്ന് ആണവോർജ്ജ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഇതിന്റെ നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ്, ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ എത്ര വലിയ നാശം ഈ 3 കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, ആണവ റേഡിയേഷൻ അടക്കമുള്ള വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വിവരമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടെ നേരിട്ട് പങ്കാളികളായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒപ്പം വളരെ മറ്റൊരു വിവരം കൂടെ പങ്കുവെക്കട്ടെ. അതായത് അമേരിക്കയുടെ അത്യാധുനിക B-2 വിമാനങ്ങൾ, അത് കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. അമേരിക്കയുടെ B-2 വിമാനം, അത് അതികഠിനമായ പ്രഹരശേഷിയുള്ള ബോംബിംഗ് നടത്താൻ കഴിയുന്ന വിമാനങ്ങളാണ്. ആ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 കേന്ദ്രങ്ങളും ആക്രമിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അമേരിക്ക സ്ഥിരീകരിക്കുന്നുമുണ്ട്. പൂജ, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക അറിയിക്കുന്നു. അശ്വത്ത്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പേടിച്ചതുപോലെ, ആശങ്കപ്പെട്ടതുപോലെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ? ചരിത്ര നിമിഷമാണ്, ഇനി സമാധാനത്തിന്റെ നിമിഷമാണ് വരാൻ പോകുന്നത് എന്ന് ട്രംപ് ഒക്കെ പറയുമ്പോഴും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകാൻ പറ്റുമോ? നമ്മൾ ഈ ഫോർദോയെ കുറിച്ചൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. B-2 ബോംബറുകൾ, വിമാനങ്ങൾ ഏത് തരത്തിലാണ് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം നമ്മൾ ഓരോരുത്തരും നൽകിയതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി മുന്നിലേക്ക് എങ്ങനെയായിരിക്കും? ട്രംപ് വിശ്വസിക്കുന്നത് പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. പൂജ, തീർച്ചയായും ഇത് ഇനിയൊരു പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇറാൻ ഇതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയ വാറില്ല, അല്ലെങ്കിൽ ഒരു പരിപൂർണമായ ഒരു യുദ്ധത്തിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ളതാണ് വളരെ ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ഉടൻ നിലപാട് സ്വീകരിക്കുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരുപക്ഷെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. ഒരുപക്ഷെ ഇതിലൊരു സമാധാനമോ അല്ലെങ്കിൽ അതിലൊരു അനുനയമോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം വിപരീതമായി അമേരിക്ക തന്നെ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായതോടെ ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഒപ്പം ഈ വിഷയത്തിൽ ഇത് വലിയ തോതിലൊരു യുദ്ധമായി ഈ 3 രാജ്യങ്ങളും ഇൻവോൾവ് ചെയ്ത്, അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനും പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു യുദ്ധമായി ഇത് മാറുമോ എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കവും ഒരുപക്ഷെ ഇതിൽ ഈ ആക്രമണത്തോടെ ഈ ഒരു അമേരിക്കയുടെ നടപടികൾ അവസാനിപ്പിക്കുമോ, അതോ തുടർ ആക്രമണങ്ങളും ഉണ്ടാകുമോ എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും ആശങ്കയുമായി നിലനിൽക്കുന്നത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇതിനോടകം വരുന്നുണ്ടോ? എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ട്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടോ സ്ഥിരീകരണം? നിലവിൽ ഈ അമേരിക്ക തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത് അല്പം മുമ്പാണ്. ആക്രമണം നടന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നത് അല്പം മുമ്പാണ്. അതുകൊണ്ട് തന്നെ
ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായോ അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അവിടെ എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേഡിയേഷൻ അടക്കമുള്ള വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആശങ്കപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഫോർദോ ആണവ നിലയം, അത് പൂജ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആണവ നിലയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെ വലിയ തോതിൽ നാശം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഇന്നത്തെ ആക്രമണം കൂടി ആയപ്പോൾ അതിന്റെ ഒരു തോത് എത്രത്തോളം വലുതാണ് എന്ന് ഇനി വരുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഫോർദോ ഈസ് ഗോൺ എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. അതായത് ഫോർദോ ആണവ നിലയം പരിപൂർണമായി ഇല്ലാതായിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം എങ്ങനെയെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൂജ, തീർച്ചയായിട്ടും US ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം അമേരിക്കയുടെ ഇടപെടൽ ഏത് വിധത്തിലായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ നേരം അത്രയും, ഈ ദിവസങ്ങൾ അത്രയും ഓരോരുത്തരും നോക്കിക്കൊണ്ടിരുന്നതാണ്. വലിയ രീതിയിലുള്ള യുദ്ധം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും അണുവിട വിട്ടുമാറാതെ ഉള്ള രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് പോകുമ്പോഴും US-ന്റെ ഇടപെടൽ ഏത് വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്, സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലും റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത് അല്പസമയം മുമ്പ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസ് പോലും ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ B-2 ബോംബർ ഉപയോഗിച്ചിട്ടുണ്ട്. B-2 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അത്രത്തോളം പ്രഹരശേഷിയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമിച്ചിരിക്കുന്നു, ഇറാനെ ആക്രമിച്ചിരിക്കുന്നു അമേരിക്ക എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. അത് വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നാണ്. ഏറെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട നിമിഷം തന്നെയാണ്. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അശ്വത്ത്, ഇനി മുന്നിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ടും ആശങ്കയായിട്ടിരിക്കുന്നത്. കാരണം US-ന്റെ ഇടപെടൽ, സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇനി അമേരിക്കയുടെ ഇടപെടൽ, അത് നമ്മൾ നോക്കിക്കണ്ടതാണ്. അതിനിടയിൽ ഡയറക്ടർ ഖമനേനിയെ പോലും മുന്നം വെച്ചുകൊണ്ട് നിരുപാധികം കീഴടങ്ങണം എന്ന രീതിയിൽ ട്രംപിന്റെ അറിയിപ്പ് വരുന്നുണ്ടായിരുന്നു. ഇല്ല എന്ന് ഖമനേയി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും തങ്ങളുടെ പിൻഗാമികളെ പോലും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഖമനേയി ആ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക എന്നുള്ളൊരു രീതിയിലേക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പക്ഷേ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ബോംബർ വിമാനങ്ങൾ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് തിരിച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടം കൊണ്ട് അവസാനിക്കുമോ? അമേരിക്കയുടെ ഇടപെടൽ ഇനി കൂടുതൽ ഉണ്ടാകുമോ ഇല്ലയോ? അതും കൂടി പ്രധാനമല്ലേ? തീർച്ചയായിട്ടും പൂജ, ഇത് ഒരുപക്ഷെ അമേരിക്കയുടെ അടുത്ത നടപടികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത നടപടികൾ എവിടം വരെ പോകുമെന്നുള്ളതാണ് ഒരുപക്ഷെ ലോകം ഉറ്റുനോക്കുന്നത്. അതിൽ വലിയ ആശങ്കയുമുണ്ട്. ഇതൊരു വലിയ യുദ്ധമായി വളർന്നാൽ, അല്ലെങ്കിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുകയും പിന്നീട് അത് വലിയൊരു യുദ്ധമായി വളരുകയും ചെയ്താൽ അത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ ആകെ സമാധാനത്തിന് വലിയൊരു കോട്ടമാകും ഉണ്ടാകുക എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തിയേക്കാമെന്നും നമുക്ക് പ്രത്യാശിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒപ്പം UK-യും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുകയും അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ തുടർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇത് വലിയൊരു യുദ്ധമായി വളരാതിരിക്കാനുള്ള ശ്രമങ്ങളോ ഒക്കെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും UN-ന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഈ ഘട്ടത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അമേരിക്കയും ഒപ്പം ഇറാനും അല്ലെങ്കിൽ ഇസ്രായേലും, ഈ 3 രാജ്യങ്ങളുടെ നിലപാട് തന്നെയായിരിക്കും ഇതിൽ നിർണായകം. മറ്റ് ഇടപെടലുകളോ മറ്റ് രാജ്യാന്തര ശക്തികളുടെയൊക്കെയുള്ള സമ്മർദ്ദമൊക്കെ എത്രത്തോളം ഫലം കാണുമെന്നതും ചോദ്യമാണ്. ഏതായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ആശങ്കപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ തരത്തിൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയുടെ മാത്രമായിരിക്കില്ല, ഇന്ത്യ അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളുടെ ഒക്കെ വലിയ തോതിൽ ബാധിക്കാനാണ് സാധ്യത. നമുക്ക് ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ B-2 വിമാനങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ചർച്ചയായിരുന്നു B-2 വിമാനങ്ങളുടെ പ്രഹര ശേഷിയും അതിന്റെ